സുഹൃത്തുക്കളെ, ഞാൻ അനീഷ് ശ്രീധരൻ. മലയാളം കഥകൾ ഇഷ്ടപ്പെടുന്നവർക്കായി മണവാട്ടിക്കോഴി എന്ന എൻ്റെ യൂട്യൂബ് ചാനൽ വഴി നിങ്ങൾക്കായി ഞാൻ അവതരിപ്പിക്കുന്നു. ഇവിടം സ്വർഗമാണ്. ജോലിയില്ലാത്ത ജീവിതം. ഉടുത്തിരുന്ന കയ്യിൽ ഊരിപ്പൊതച്ച് തണുപ്പിങ്ങനെ അരിച്ച് കയറുന്നുണ്ട് കാലിനിടയിലൂടെ. കയ്യിലെ ആയതുകൊണ്ട് തന്നെ കട്ടിയില്ല, അവിടെ ഇവിടെ എത്തുന്നുമില്ല. ഇനി എണീൽക്കണം. ഓഹ്, എന്തൊരു കഷ്ടം. വീട്ടിലെങ്ങും ആരും ഇല്ലെന്ന് തോന്നും. ജസ്റ്റ് ഒന്ന് ഞാൻ കണ്ണു തുറന്ന് നോക്കി. ക്ലോക്ക് പറഞ്ഞ് രാവിലെ സമയം 11 11 പറയുമ്പോൾ രാവിലെ അല്ല. അതല്ല, എൻ്റെ വയറും പറഞ്ഞു എഴുന്നേക്കാൻ സമയമായെന്ന്. ഇനി രക്ഷയില്ല. എണീറ്റ് ഞാൻ അവസാനം കോലായിൽ വന്നിരുന്നു. ഓട് പൊട്ടി മഴ പെയ്ത് വെള്ളം കുറച്ച് നിലത്ത് കിടക്കുന്നു. ടൈലല്ലാത്തതുകൊണ്ട് പേടിക്കണ്ട, തെന്നി വീഴില്ല, എനിക്ക് ഉറപ്പാണ്. ഒരു തുണി വെച്ച് ആ വെള്ളം തുടച്ച് കളയണമെന്ന് തോന്നി. ഓ വേണ്ട, ഇനി അതുവരെ കഷ്ടപ്പെടാം. അമ്മ വരട്ടെ, അമ്മ ചെയ്തോളൂ. കട്ടൻ കാപ്പി കുടിക്കണോ? ഒരു സംശയം. ഇനി കട്ടൻ കാപ്പി വേണമെങ്കിൽ തന്നെ ഞാൻ തന്നെ പോയിട്ട് ഉണ്ടാക്കണം. കുറച്ച് കഴിയട്ടെ, പോയി ഉണ്ടാക്കാം. അല്ലെങ്കിൽ ഇനി ഒന്നുകൂടി തോന്നിയാൽ ഉണ്ടാക്കാം. ഇപ്പോഴും മഴ ചാറുന്നുണ്ട് മുറ്റത്ത്. ഇങ്ങനെ വെറുതെ നോക്കിയിരുന്നു പുറത്തോട്ട്. അമ്മ ഒന്ന് വന്നാൽ മതിയായിരുന്നു, എനിക്കൊരു കാപ്പി കിട്ടിയേനെ. ഓ അല്ലേ, വേണ്ട, അമ്മ ഇപ്പം വരണ്ട. വന്നാൽ എന്നോട് ഇവിടുത്തെ മെമ്പറെ പോയിട്ട് കാണാൻ പറയും. എനിക്ക് പോകാൻ വയ്യ, ഇപ്പം മഴയാണ്. റേഷൻ കാർഡിൽ APL മാറ്റി BPL ആക്കാനാണ് അമ്മ പറയുന്നത്. എനിക്ക് വയ്യ. അമ്മ തന്നെ പിന്നെ എങ്ങനെ പോയി ശരിയാക്കട്ടെ. ഞാനിങ്ങനെ മുറ്റത്തേക്ക് നോക്കി ഇരിക്കാം. കുറച്ചുകൂടെ നല്ല രസമാണ്. മഴയുണ്ട്. RX100 യമഹ ബൈക്കിൻ്റെ ശബ്ദം വല്ലാത്തൊരു അനുഭൂതിയാണത്. വേറെ ആരും അല്ല കേട്ടോ, അച്ഛൻ്റെ അനിയൻ്റെ മോൻ സാബു എങ്ങോട്ടോ പോവുകയാണ് ബൈക്കിൽ. മഴക്കോട്ടും ഇട്ടിട്ടുണ്ട്. എന്നെക്കാൾ 5 വയസ്സ് കുറവാണ് അവന്. പക്ഷെ അവൻ്റെ മോനിപ്പോൾ 2ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഈ മഴയത്ത് അവന് ജോലിക്ക് പോകുന്നു. കഷ്ടം എന്നല്ലാണ്ട് എന്താ പറയുക. ജോസേ, ഞാൻ രാവിലെ കൊണ്ടുവച്ച പാലെങ്കിലും ഒന്ന് എടുത്ത് വെക്കടാ കിഴങ്ങ. ഞാൻ രാവിലെ 6 മണിക്ക് വെച്ചതാ അത്. അവൻ എന്നോട് ഇങ്ങനെ വിളിച്ചു പറഞ്ഞിട്ട് പോയി. അപ്പോഴാണ് ഞാൻ കണ്ടത് മഴയത്തൊരു വെള്ളം കൊക്കിയിരിക്കുന്ന പോലെ എൻ്റെ വീടിൻ്റെ മുറ്റത്ത് നീണ്ട കഴുത്തുമായിട്ട് ഒരു പാൽക്കുപ്പി. ഞാൻ ചില നിഗമനങ്ങളിലെത്തി. അമ്മ ഇന്ന് രാവിലെ 6 മണിക്ക് മുമ്പ് തന്നെ പോയിട്ടുണ്ട് ഇവിടുന്ന്. സാബുവാണ് വീട്ടിൽ പാല് തരുന്നത്. അവൻ്റെ വീട്ടിൽ പശുവുണ്ട്. വീടിൻ്റെ സൈഡിൽ കുറേ പുല്ല് നിന്നിരുന്നു. കഴിഞ്ഞ ആഴ്ച വരെ അതവിടെ ഉണ്ടായിരുന്നു. അത് അരിഞ്ഞുകൊണ്ട് പോയത് ഇപ്പം എന്നെ ഈ കിഴങ്ങാന്ന് വിളിച്ചു പോയ അവൻ തന്നെയായിരിക്കും. എന്ത് കഷ്ടമല്ലേ, വെറുതെ പെണ്ണും കെട്ടി കഷ്ടപ്പെടുന്നു പാവം സാബു. എന്തിന്? അങ്ങനെ രാവിലെ 11 മണിക്ക് എഴുന്നേറ്റതുകൊണ്ട് കുറച്ച് സത്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റി. ഒരാട് കിടന്ന് കരയുന്ന ശബ്ദം. അമ്മയുടെ ആടാണ്. അമ്മയ്ക്ക് അതിനൊന്ന് അകത്തോ കൂട്ടിലോ എവിടെയെങ്കിലും കെട്ടിയിട്ട് പോകാമായിരുന്നു. ശല്യം. ഒന്നുകൂടി പോയി കിടക്കാം, അമ്മ വരുമായിരിക്കും.